വിശദമായ റിപ്പോർട്ടിലേക്ക്. സ്വാശ്രയ കോളേജ് പരാതികൾ ഗൗരവമായ നടപടി അർഹിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചില കോളേജുകളുടെ പേര് കേൾക്കുമ്പോൾ കുട്ടികൾ പേടിക്കുന്ന അവസ്ഥയാണുള്ളതെന്നും സ്വാശ്രയ കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ അസംതൃപ്തി സർക്കാർ മനസ്സിലാക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വാശ്രയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഇത്തരം കാര്യങ്ങൾ ഗൗരവമായ പരിഗണന അർഹിക്കുന്നു എന്നാണ് സർക്കാർ കാണുന്നത്. അതിൻ്റെ ഭാഗമായി സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? സർക്കാർ ചെയ്യുക എന്നത് സ്വാഭാവികമായും യൂണിവേഴ്സിറ്റി തലത്തിലാണ് ചെയ്യേണ്ടത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിശോധിക്കണം എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരുടെ യോഗം മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പങ്കെടുത്തുകൊണ്ട് ചേരാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അത് കൃത്യമായ ചില കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള യോഗമായിട്ടാണ് കാണുന്നത്. കുട്ടികൾക്ക് ഭയാശങ്കയില്ലാതെ പഠിക്കാൻ കഴിയും. ഭയാശങ്കക്കിടയാക്കുന്ന എല്ലാം എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും? ആ കാര്യങ്ങളാണ് വൈസ് ചാൻസലർമാരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വൈസ് ചാൻസലർമാരുടെ യോഗം വിളിച്ചു. അടുത്ത മാസം 2-നാണ് യോഗം. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യോഗം വിളിച്ചത്. ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് ലോ അക്കാദമി ഡയറക്ടർ ബോർഡ് തീരുമാനം. രാജി ഒഴികെയുള്ള വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും ഡയറക്ടർ ബോർഡ് വ്യക്തമാക്കി. അതേസമയം സമരം ശക്തമായി തുടരുമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചു. അക്കാദമി ഡയറക്ടർ നാരായണൻ നായരെ AKG സെന്ററിലേക്ക് വിളിച്ചു വരുത്തി പാർട്ടി നേതൃത്വം ഇന്ന് സമവായ ചർച്ച നടത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ലോ അക്കാദമി ഡയറക്ടർ നാരായണൻ നായർ, അനിയനും മുൻ MLA-യുമായ കോലിക്കോട് കൃഷ്ണൻ നായർ, മകൻ അഡ്വക്കേറ്റ് നാഗരാജു എന്നിവർ AKG സെന്ററിലെത്തി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, വിദ്യാഭ്യാസ മന്ത്രി KN രവീന്ദ്രനാഥ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. ചർച്ചയിൽ ലോ അക്കാദമി ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. പ്രിൻസിപ്പൽ സ്ഥാനം ലക്ഷ്മി നായർ രാജിവെക്കില്ല. രാജി ഒഴികെ മറ്റെന്ത് വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും അവർ വ്യക്തമാക്കി. സിൻഡിക്കേറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്നും അക്കാദമി ഡയറക്ടർ ബോർഡ് കുറ്റപ്പെടുത്തി. പ്രിൻസിപ്പൽ രാജിവെച്ചാൽ കുറ്റം സമ്മതിക്കുന്നതിന് തുല്യമാകുമെന്നുള്ള വിലയിരുത്തലിലാണ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ. അതേസമയം സമരം ശക്തമായി തുടരുമെന്ന് SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സമരം ശക്തമായിട്ട് തന്നെ മുമ്പോട്ട് പോകും. ഇത്തരത്തിൽ ഒരു പ്രിൻസിപ്പൽ, യൂണിവേഴ്സിറ്റിയുടെ ഒരു ഉപസമിതി ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അവർ പറയുന്നത് 5 വർഷത്തേക്ക് ഈ പ്രിൻസിപ്പൽ ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ തന്നെ അത് അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പ്രിൻസിപ്പലിന് രാജി ആവശ്യപ്പെട്ടുള്ള സമരം 19 ദിവസം പിന്നിടുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോ അക്കാദമി സമരം സിൻഡിക്കേറ്റ് വോട്ടെടുപ്പിൽ നിന്ന് കോൺഗ്രസ് അംഗം വിട്ടുനിന്നത് അന്വേഷിക്കുമെന്ന് VM സുധീരൻ. ഇക്കാര്യത്തിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും സുധീരൻ പറഞ്ഞു. UPയുടെ പുരോഗമന സഖ്യം എന്ന അവകാശവാദവുമായി അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒരുമിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായി. ഭിന്നിച്ചു ഭരിക്കാനുള്ള BJP നീക്കങ്ങൾക്ക് SP കോൺഗ്രസ് സഖ്യത്തിലൂടെ ജനങ്ങൾ മറുപടി നൽകുമെന്ന് അഖിലേഷ് അവകാശപ്പെട്ടു. പുരോഗതി, സമൃദ്ധി, സമാധാനം എന്നിവ സഖ്യം ഉറപ്പു നൽകുന്നുവെന്ന് രാഹുൽ ഗാന്ധി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രചാരണം അവസാനിക്കാൻ 11 ദിനം മാത്രം ശേഷിക്കെ ലഖ്നൌവിലായിരുന്നു ഇരു നേതാക്കളുടെയും ആദ്യഘട്ട പ്രചാരണം. उत्तर प्रदेश की सब प्रोग्रेसिव फोर्सेस मिली, एक साथ खड़ी हुई और उन्होंने कंपनी राज का जवाब दिया. उसी प्रकार आज हम क्रोध की राजनीति, गुस्से की राजनीति, बांटने की राजनीति और कंपनी को हिंदुस्तान के धन देने की राजनीति का जवाब दे रहे हैं. एक प्रकार से गंगा और यमुना का यहाँ पे मिलन हो रहा है. ഗംഗ യമുന നദീ സംഗമനം പോലെയാണ് സമാജ്വാദി കോൺഗ്രസ് സഖ്യമെന്നും ഭിന്നിച്ചു ഭരിക്കാനുള്ള BJP നയങ്ങൾക്ക് തിരിച്ചടിയാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു അഖിലേഷിന്റെ സാന്നിധ്യത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ പ്രതികരണം. റോഡ് ഷോയ്ക്ക് മുന്നോടിയായി ഇരു നേതാക്കളും സംയുക്തമായി ലക്നൌവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സമാജ്വാദി കോൺഗ്രസ് സഖ്യമെന്നല്ല UPയുടെ പുരോഗമനത്തിലുള്ള പങ്കാളികളെന്നാണ് അഖിലേഷ് യാദവ് വിശേഷിപ്പിച്ചത്. RSSനും BJPക്കും കനത്ത തിരിച്ചടി നൽകി 300-ന് മുകളിൽ സീറ്റുകൾ സഖ്യം നേടുമെന്നും അഖിലേഷ് അവകാശപ്പെട്ടു. BJP തകർക്കുകയാണ് ലക്ഷ്യമെന്നും ദേശീയതലത്തിൽ 2019-ലും സഖ്യസാധ്യത സജീവ പരിഗണനയിലുണ്ടെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഒരുമിച്ചുള്ള വാർത്താ സമ്മേളനത്തിന് ശേഷം ലക്നൌവിൽ ഇരു നേതാക്കളും സംയുക്ത റോഡ് ഷോയും നടത്തി. അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒരുമിച്ചുള്ള പോസ്റ്ററുകളും UPയിലെ നിരത്തുകളിൽ സജീവമായി കഴിഞ്ഞു. ഉത്തർപ്രദേശ് ആഗ്രഹിച്ച സഖ്യമെന്ന മുദ്രാവാക്യത്തിൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നവും സമാജ്വാദിയുടെ സുപ്രസിദ്ധ സൈക്കിൾ ചിഹ്നവും പോസ്റ്ററിൽ സമാസമം ഇടം പിടിച്ചു.
പ്രിയങ്ക ഗാന്ധിയും അഖിലേഷിന്റെ ഭാര്യ ഡിംപിൾ യാദവും അടുത്ത ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ രംഗത്തുണ്ടാവും. യുപിയുടെ സ്വന്തം പുത്രന്മാരെന്ന വ്യാഖ്യാനങ്ങളുമായാണ് അഖിലേഷിന്റെയും രാഹുലിന്റെയും ഒറ്റക്കെട്ടായുള്ള പ്രചാരണം. എന്നാൽ രാമക്ഷേത്രവും മുത്തലാഖും ഉൾക്കൊള്ളിച്ചുള്ള പ്രകടന പത്രിക ഇതിനെല്ലാം ബദലാകുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കരൻ, ദില്ലി. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് രാജ്യം കടക്കാനിരിക്കെ പാർലമെന്റ് സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ നാളെ സർവകക്ഷി യോഗം വിളിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് ബജറ്റ് അവതരിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഇരുസഭകളിലും പ്രക്ഷോഭം നടത്തും. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഗോവ, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിലിൽ നിൽക്കുമ്പോഴാണ് ബഡ്ജറ്റ് സമ്മേളനത്തിനായി പാർലമെന്റ് ചേരുന്നത്. ചൊവ്വാഴ്ച ആരംഭിക്കുന്ന സമ്മേളനത്തിന്റെ 2ാം ദിവസം മോദി സർക്കാർ 3ാമത്തെ കേന്ദ്ര പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കും. 5 സംസ്ഥാനങ്ങളിലെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാകരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ പരോക്ഷമായി ഇത് മറികടക്കാനുള്ള വഴികൾ അരുൺ ജെയ്റ്റ്ലി തേടുമെന്നുറപ്പ്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനെ പ്രതിപക്ഷ പാർട്ടികൾ സഭാ സമ്മേളനത്തിൽ എതിർക്കും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് ബഡ്ജറ്റ് അവതരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തെഴുതി. രാഷ്ട്രപതി പ്രണബ് മുഖർജി ധനമന്ത്രിയായിരിക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബഡ്ജറ്റ് അവതരണം മാറ്റിയത് മാതൃകയാക്കണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. ഇത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല. നോട്ടുമാറ്റത്തിന് നിയമ പിന്തുണ നൽകാൻ കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് ഇറക്കിയിരുന്നു. ഇത് മണിബില്ലായി ബഡ്ജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. രാജ്യസഭയിലെ പ്രതിപക്ഷ എതിർപ്പ് മുന്നിൽ കണ്ടാണ് മണിബില്ലായി അവതരിപ്പിക്കുന്നത്. ഇതും പ്രതിപക്ഷ എതിർപ്പിന് കാരണമാകും. ഈ പശ്ചാത്തലത്തിൽ സഭാ സമ്മേളനം സുഗമമായി നടത്തണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ നാളെ വൈകുന്നേരം സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. നോട്ടുമാറ്റത്തെ തുടർന്ന് കനത്ത പ്രക്ഷോഭത്തിനാണ് പാർലമെന്റ് ശീതകാല സമ്മേളനം സാക്ഷ്യം വഹിച്ചത്. സമാനമായ പ്രതിഷേധം ഇത്തവണയും ഭരണപക്ഷത്തിന് നേരിടേണ്ടി വരും. ഇപ്രാവശ്യമെങ്കിലും മോദി മൗനം വെടിയണമെന്ന മുദ്രാവാക്യവും പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തും. ഡൽഹിയിൽ നിന്നും സന്തോഷ് സാർലിംഗ്. വൈദ്യുതി നിരക്ക് വർധന റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി M.M. മണി. പുറത്തുനിന്നും വൈദ്യുതി വാങ്ങി ലോഡ് ഷെഡിംഗ് ഒഴിവാക്കും. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ രേഖാമൂലം ഗവൺമെന്റിനോ ബോർഡിനോ ഒന്നും തന്നിട്ടില്ല. അവർ ഇന്നതൊന്നും പറഞ്ഞു. അവർ ചില ബഹുജനങ്ങളുമായി ചർച്ച നടത്തുന്നുണ്ട്. സംസ്ഥാനത്ത് വിവിധ വിഭാഗങ്ങളുമായി അത് പത്രത്തിൽ വാർത്ത വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവസാനം ഇത് സംബന്ധിച്ച് എന്താ വേണ്ടതെന്ന് അവർ ബോർഡിന് ഒരു വ്യക്തത വന്ന് ഒരു റിപ്പോർട്ടൊന്നും തന്നിട്ടില്ല. കാൽച്ചുവട്ടിലെ മണ്ണ് RSS കൊണ്ടുപോകുന്നുവെന്ന AK ആന്റണിയുടെ പ്രസ്താവനയെ തള്ളി രമേശ് ചെന്നിത്തല രംഗത്ത്. ഇങ്ങനെയൊരു അഭിപ്രായം തനിക്കില്ല. RSSും BJPയും സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആന്റണിയുടെ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്നും ചെന്നിത്തല പറഞ്ഞു. എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ BJP സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. RSSും BJPയും നടത്തുന്ന ഈ ശ്രമങ്ങളെ കോൺഗ്രസ് പാർട്ടി ഗൗരവത്തോടു കൂടി കാണണമെന്നാണ് AK ആന്റണി പറഞ്ഞത്. അല്ല, അദ്ദേഹം മറ്റൊരു വാചകം ഉപയോഗിച്ചിട്ടില്ല. അത് ശരിയല്ല. അത് ഇന്ന് KPCC പ്രസിഡന്റ് തന്നെ നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വാചകം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല. അത് തെറ്റാണ്. ആന്റണി പറയാത്ത കാര്യങ്ങൾ ചില മാധ്യമങ്ങളിൽ വന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇന്നലെ KPCC പ്രസിഡന്റ് രാത്രിയിൽ അത് തിരുത്തിക്കൊണ്ടുള്ള പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്.